ഇവിടെ നീ കണ്ടിട്ടില്ലാത്തൊരു വണ്ടി വരുന്നുണ്ടല്ലോടാ. ചേട്ടാ അതൊരു ബെൻസ് കാറാണല്ലോ. ഏതോ വമ്പൻ പാർട്ടിയാണ്. നിർത്താം. അതെ മക്കളെ, ഈ കുരിശിങ്കലെ ചവലിന്റെ വീട് ഏതാ? സൗമ്യലച്ചാനില്ലേ, കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ എന്റെ കൂടെ പഠിച്ചു. കുരിശിങ്കൽ. അവന്റെ അപ്പന്റെ കാര്യമാ ചോദിച്ചേ. കുരിശിങ്കലെ ശമലിച്ചാന്റെ വീടല്ലയോ? അതെ അതെ അതെ. ഇത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോണം. അങ്ങനെ ചെല്ലുമ്പോ ഒരിടത്തോട്ടൊരു വഴിയുണ്ട്. ഇടത്തോട്ടല്ല വലത്തോട്ട്. എങ്ങോട്ടാലും ആ വഴി ചെന്ന് നിൽക്കുന്നത് കുരിശിങ്കലെ ശമലിച്ചാന്റെ വീടിന്റെ വീട്ട. ഓക്കെ ശരി മക്കളെ, എന്നാ ശമല വണ്ടി എടുക്കാം. കുരിശിങ്കലെ ചെറുക്കുന്ന നിന്റെ കൂടെ പഠിച്ചില്ലേ? എന്റെ കൂടെ പഠിച്ച അതല്ല ഞാൻ പറഞ്ഞു. ഇവിടെ ഇതുപോലൊരു സാധനം നമ്മുടെ നാട്ടിൽ പേഴ്സിൽ ആരെങ്കിലും ഒക്കെ വന്നാൽ പാവം പിടിച്ചിരുന്ന നമ്മളെ പോലുള്ളവർക്ക് നല്ല കോടാലി തൈലോ സ്പ്രേയോ സോപ്പോ എന്തെങ്കിലും ഒക്കെ കാണാവണ കൊടുക്കുന്നത്. അന്നെ വേറെ കാര്യം അറിയോ? ഇവൻ എന്നെ ഗൾഫിൽ കൊണ്ടുവന്ന് പറഞ്ഞ് പറ്റിച്ചവനാ. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ഇവൻ ഒരാഴ്ചയായി വന്നിട്ട് ഇതുവരെ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. നിന്നെ പറ്റിച്ചു? എന്നെ പറ്റിച്ചു. ഇവന് നമുക്കൊരു പണി കൊടുക്കണോടാ. നമ്മൾ ആരാന്ന് അവനെ നമുക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതെങ്ങനെ? വഴിയുണ്ട്, നീ ഇങ്ങോട്ട് വാ. ഏതായാലും ഇന്ന് പണിക്ക് പോകാൻ പറ്റത്തില്ല. ഈ കാര്യത്തിൽ തീരുമാനമാക്കാം. തീരുമാനമാക്കിയേ പറ്റത്തില്ല. നീ വെള്ളത്തിൽ എറിഞ്ഞ് കളിക്കാം. നീ ആ കൊമ്പഴെ കുറിച്ചാണ് പറഞ്ഞിട്ട് എന്റെ ആ പണിയുടെ കാര്യം ഒന്ന് സെറ്റപ്പ് ചെയ്ത് കേടാ. അല്ലാത്ത വിഷത്തില്ല. ജോർച്ച നല്ല മനുഷ്യനാ. ഞാൻ പറയാം ജോർച്ചാനോട്. പിന്നെ വേറെ കാര്യം, അണ്ണന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമാക്കി തരാമെന്ന്. ഓയ ടീം വരുന്നുണ്ട് കേട്ടോ. പോയ പോക്കി തിരിച്ചു പോന്നൂടെ? മക്കളെ ഒരുപാട് നന്ദിയുണ്ടാ. വരുന്ന വഴിക്ക് മുഴുവൻ ആ ബ്രോക്കറെ വിളിച്ചോണ്ടാ വന്നേ. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ്. അവന്റെ പേരെന്തുവാ? ബ്രോക്കർ തങ്കപ്പൻ. അറിയാമോ? മക്കളെ ചോദിക്കട്ടെ. ആയോനെ എന്തെല്ലാം കൃഷിയാണോ ഇവിടെ? എന്ത് രസമാണ് ഇവിടെ കാണാനെ കൊണ്ട്. ശരിക്കും കണ്ടാൽ നല്ല കൃഷിക്കാരുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാം കൃഷിക്കാരാണോ? ഇവിടെ എല്ലാം കൃഷിഫലന്മാരാ. കൃഷിഫലന്മാരെന്ന് വെച്ചാ എന്ന് വെച്ചാ കൃഷി കൊണ്ട് വലഞ്ഞവര്. അച്ഛാ ഇതൊക്കെ പോട്ടെ, എവിടുന്നാ വരുന്നത്? മാന്നാർ മത്തായിച്ചിന്റെ ആരായിട്ട് വരും? അച്ഛാ ബന്ധുക്കാരനല്ലേ? ബന്ധുന്ന് വെച്ചാ മേഡം അമ്മയുടെ എന്ന് പറഞ്ഞ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിന്റെ ഒരു അകന്ന് ബന്ധം, അതേ ഉള്ളൂ. അച്ഛാ ഈ ശൗമാലച്ചന്റെ വീട്ടിൽ പോയിട്ട് എന്തായി കാര്യം? എന്റെ ഇളയ മോക്ക് ഒരു കല്യാണാലോചന. അവിടുത്തെ ഇളയ ചെറുക്കൻ ജസ്റ്റ് ചെറുക്കൻ. ഞങ്ങളതൊക്കെ ഉറപ്പിച്ചു. കണ്ടിടത്തോളം നല്ല കുടുംബം. ചെറുക്കൻ അടിപൊളി ജോലി നിൽക്കില്ല. എന്താ വേണം? അച്ഛനെ വാക്ക് കൊടുക്കും. മക്കളെ എന്നാ പോവാടാ. വന്നതിലും കണ്ടതിലും ഒക്കെ ഒരുപാട് സന്തോഷം. പരിചയപ്പെട്ടതിൽ അതിനെക്കാട്ടി സന്തോഷം. എന്തുവാ? ഒന്ന് നിന്നേ, വല്ല ചില്ലറയ്ക്ക് വല്ലതായിരിക്കും. അച്ഛൻ വേറൊന്നും വിചാരിക്കരുത്. എങ്ങനെ പറയും എന്ന് എനിക്കറിയത്തില്ല. നീ ഞാൻ പറയാം. അച്ഛനായതുകൊണ്ടും മാന്നാർ മത്തായിച്ചിന്റെ ബന്ധു ആയതുകൊണ്ടും ഞങ്ങളൊരു കാര്യം പറയാം. അച്ഛാ ഈ ജസ്റ്റിൻ എന്ന് പറയുന്നവൻ എന്റെ കൂടെ പഠിച്ചതാ. പറഞ്ഞു മനസ്സിലായി? എന്റെ പറഞ്ഞാ ഞാൻ പറയാം. അവന് ഗൾഫിൽ ജോലിയും കൂലിയൊന്നുമില്ല. അല്ല, ഗൾഫിലെ കാര്യം മാത്രമല്ല, ചില പെൺവിഷയൊക്കെ ഉണ്ട്. നിങ്ങൾ ഏതായാലും നിങ്ങളുടെ മോളെ കെട്ടിച്ചു വിടുക. അച്ഛനോട് ഒരു ബഹുമാനം കൊണ്ട് ഇഷ്ടം കൊണ്ടും പറയുന്നയാ. അതത്ര നല്ലതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കല്ല, അവന്റെ ജോലി അവിടെ ഒട്ടകത്തെ കടക്കല. എന്താ പ്രശ്നം ഉണ്ടായിട്ട് അറബി അവനെ അവിടുന്ന് കയറ്റി വിട്ടതാ. ഇനി അവൻ പോകുന്നുണ്ട്, ഇഷ്ടമില്ല. ബ്രോക്കർ പണി തന്നു വെച്ചാ നമുക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അച്ചായന്റെ ഇഷ്ടം, അച്ചായൻ നിശ്ചയിക്കുക. നമ്മളൊന്നും പറയുന്നില്ല. അതായിരിക്കും നല്ലത്. ഈ ബന്ധം വേണ്ട, ശരിയാവത്തില്ല. കാരണം പല ബന്ധങ്ങൾ വന്ന് അവൻ ഇതുപോലെ പോയതാണ്. ആള് ശരിയല്ല, അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു. മഹേഷ് പറഞ്ഞ അച്ചായ ശരി, നമുക്ക് ഈ ബന്ധം വേണ്ട. സന്തോഷം. ശരിയായിക്കോട്ടെ. ശരി. ഓക്കെ, ശരി.
അച്ഛാ നീ എന്തോ വെള്ളം എന്തിനാ യുവമാരെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ കൊച്ചിന്റെ ജീവിതം കോഞ്ഞാണ്ട് ഏനെയാണ്. ആ നാരിത്തങ്കപ്പം വീട്ടിൽ വന്ന ചെറുക്കനെ പുകഴ്ത്തി പറയുന്ന കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ച രണ്ടും കുഴ പറഞ്ഞവന്മാരായിരിക്കും. അവൻ വരാമെന്ന് പറഞ്ഞ് വന്നോ? എനിക്ക് അന്നേരം തോന്നുക അവന്റെ ഫോണും സ്വിച്ച് ഓഫാ. നീ പോകുന്ന വഴിക്ക് നോക്കൂ ഇവിടെ എവിടെങ്കിലും ഉണ്ടോ. എന്നിട്ട് രണ്ടെണ്ണം കൊടുക്ക തന്നെ ചെയ്യണ്ടേ. നീ വണ്ടി എടുക്ക. താന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താനു നീ ഞമ്മക്ക്. അച്ഛാ ആ പോകുന്ന നമ്മുടെ ബ്രോക്കർ തങ്കമല്ലേ അച്ഛാ? നിർത്താ നിർത്താ നിർത്താ. തങ്കപ്പോ പല്ലേ ദൈവനിയോഗം പോലെ രണ്ട് ചെറുപ്പക്കാരെ കണ്ടോണ്ട് എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെട്ടു. എടാ ഇങ്ങോട്ട് വന്നേ പോട്ടെ. എടാ നിനക്കെന്താ അടിയുടെ കുറവുണ്ട്? ഇപ്പഴൊന്നും ചെയ്യുന്നില്ല. രണ്ട് ചെറുപ്പക്കാർ ഇത് അവന്മാര് തന്നെ വീടില്ല ഒരുത്തനെ ഞാൻ. ഇവന്മാരെ കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാതായല്ലോ. അതിന് പണിക്കൊന്നും പോകുന്നില്ല. ആ ബ്രോക്കർ തങ്കപ്പനില്ലടാ വരുന്നേ. വാളിയും തോന്നുന്നു. മകേഷേ അവന്മാരല്ലയോ അത് വീടില്ല ഒരുത്തനെ. എടാ ഇവന്മാരിത് എവിടെ പോയടാ? ഇവന്മാര് കാരണം ഇനി ഈ കരയിൽ ആരും കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നില്ല. പണിയുണ്ട്. No, 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 no.